ഇടുക്കി രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഡീൻ കുര്യാക്കോസ് എം പി അനുവദിച്ച ആംബുലൻസ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ച് രാജകുമാരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എന്നാൽ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർ ആംബുലൻസ് രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തിരികെ എത്തിച്ചു. ഒന്നര വർഷം മുൻപാണ് MP ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ മുടക്കി രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ ആംബുലൻസ് അനുവദിച്ചത്. ആംബുലൻസ് ലഭിച്ചെങ്കിലും ഡ്രൈവർ ഇല്ലാത്തതിനാൽ മാസങ്ങളോളം ഇതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിച്ചില്ല. പിന്നീട് ഡ്രൈവറെ നിയമിച്ചെങ്കിലും ആംബുലൻസ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് വിട്ടു നൽകി. താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്ക് കയറ്റിയതിനാൽ തൽക്കാലത്തേക്കാണ് ആംബുലൻസ് നൽകിയത്. പകരം നെടുങ്കണ്ടം ജില്ലാ ആശുപത്രിയിൽ നിന്നും മറ്റൊരു മിനി ആംബുലൻസ് രാജകുമാരിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഈ ആംബുലൻസ് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കാലഹരണപ്പെട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിഷേധം കണക്കിലെടുത്ത് ആംബുലൻസ് തിരികെ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കൈമാറാൻ കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് റോയ് ചത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം DCC അംഗം ഷാജി കൊച്ചുകരോട്ട് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഡീൻ കുര്യാക്കോസ് അനുവദിച്ച രാജകുമാരിക്ക് വേണ്ടി അനുവദിച്ച ആംബുലൻസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിലില്ല എന്നുള്ളൊരു വിവരം അറിയുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിലാവുമ്പം നമുക്കറിയാം, മോഷ്ടാക്കള്, പിടിച്ചുപറിക്കാര്, തട്ടിക്കൊണ്ടുപോകലുകാര്, അല്ലെ? പിണറായി വിജയന്റെ ഭരണമെങ്കിൽ വന്നേ പിന്നെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും എന്തെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമായിരിക്കുന്നത്. പ്രതിഷേധ ധർണ സമരത്തിൽ ജോർജ് വാഴക്കാല, ജിഷ ബിജു, അബി കൂരാപ്പള്ളി, ജോർജ് അരിപ്ലാക്കൽ, സണ്ണി തൂമ്പാനിരപ്പേൽ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കിടത്തി ചികിത്സ ഉൾപ്പെടെ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.